എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലീക്കിൻ്റെ ഒരു തോരനാണ്. ലീക്ക് സ്റ്റിർ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ലീക്ക് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ആണ്. ആക്ച്വലി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ലീക്ക് ഒരു ഈ സവോള, ഉള്ളി ഇതൊക്കെ ഈ ഒരു ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. സോ ഇതിൽ ധാരാളം പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള അല്ലെങ്കിൽ ഗട്ടിൽ നല്ല ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഡൈജഷനും നല്ല ഇമ്മ്യൂണിറ്റി തരുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുമല്ല, പിന്നെ ഇതിനകത്ത് നന്നായിട്ട് വിറ്റമിൻ കെ, വിറ്റമിൻ എ, പിന്നെ ഫോളിക് ആസിഡ് ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന രീതിയിലൊരു ഉപ്പേരിയുടെ രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, എല്ലാ തോരനും തയ്യാറാക്കിയെടുക്കുന്നത് പോലെ. ഇതിൻ്റെ ടേസ്റ്റ് സിമിലർ ടു ഇപ്പം നമ്മൾ സവോളയുടെയൊക്കെ ഒരു തോരൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ക്യാബേജിൻ്റെ ഒക്കെ തോരൻ ഉണ്ടാക്കിയാൽ എന്ത് ടേസ്റ്റാണോ ഏകദേശം ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരിക. സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ട്രൈ. സോ അപ്പോൾ ഇതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് റിച്ച് ഇൻ ഫോളിക് ആസിഡ് എന്ന്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഈ അനീമിയ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് നാച്ചുറൽ സോഴ്സ് ഓഫ് ഫോളിക് ആസിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ ഏതാണ്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല പോർഷൻ ഈ വൈറ്റ് പാർട്ടാണ്. ഇതിൻ്റെ മേലിൽ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ലീഫി ടൈപ്പിലായിട്ടാണ് വരിക. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചേമ്പിൻ്റെ ഇല കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തോരനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല ഈ മണ്ണിൻ്റെ ഇതുണ്ടാവും. അപ്പം നമ്മളിന്ന് ചെറുതായിട്ട് സ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ ലീഫും മാറ്റിയിട്ട് നന്നായി വൃത്തിയായിട്ട് മണ്ണൊക്കെ മാറ്റി കഴുകി വൃത്തിയായിട്ട് എടുക്കേണ്ടതാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങനെ റിയലൈസ് ചെയ്യില്ല ഇത് നല്ലൊരു അപ്പീലിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത് കിട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്കൂടിയുള്ള സോയിൽ കണ്ടൻറ്റ് നമ്മൾ മാറ്റി നന്നായിട്ട് കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടിയിൽ വേണ്ട, ചെറിയ സ്ലൈസസ് ആയിട്ട് സവോളയൊക്കെ അരിയണത് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് നല്ല കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ എത്ര തന്നെ ഇതാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഹാഫ് കപ്പ്, ഇപ്പോൾ ഒരു കപ്പ് ഇതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ വേണം നമ്മളിതിലേക്ക്. അപ്പോൾ നമ്മളൊരു കേരള സ്റ്റൈൽ തോരൻ്റെ റെസിപ്പിയിലാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു 3-4-5 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈവൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് സ്പ്ലിറ്റായി വന്നു കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീക്കിലും ധാരാളമായി വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഓയിലൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അപ്പം എന്നാലാണ് അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് നമ്മുടെ തോരൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ, ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ചീരയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ലീവ്സ് ഇട്ട് കൊടുക്കുമ്പം അങ്ങോട്ട് ചെറുതായിട്ട് ഷ്രിങ്കായി പോകുന്നത് പോലെ ഈ വെജിറ്റബിളും ചെറുതായിട്ട് ഷ്രിങ്ക് ആവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ രീതിയിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. കാരണം ഇതിലിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്കൊക്കെ പിടിച്ചിട്ട് സോൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വറ്റൽമുളകും അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറി ലീവ്സും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ടൊരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പം ഒരാവി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ലിഡ് വെച്ചിട്ടൊന്ന് മൂടി ആവിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊട്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് പോകുന്നോടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കോക്കനട്ടാണ്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വലിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആ തേങ്ങയിലേക്ക് നാവ് കയറുന്നിടം വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ലീക്ക് തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. എല്ലാ തോരനും ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഞാനിതിപ്പോൾ തോരനായിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇത്ര രീതിയിൽ. അപ്പം നമ്മുടെ അടിപൊളി ലീക്കിൻ്റെ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഈ വെള്ളമൊക്കെ വലിയുന്നതിന് മുമ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം നമുക്ക് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. നല്ല കൺസിസ്റ്റൻസിയിൽ, നല്ല ടെക്സ്ചറിൽ, നല്ല ടേസ്റ്റിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയുമാണ്, പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് പെട്ടെന്ന് വലിയ ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു മാക്സിമം 5 to 6 മിനിറ്റ്സ് മതിയായിരിക്കും ഇതാകെ മൊത്തം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആവശ്യത്തിന് ഒരു എമൗണ്ടിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ലീക്കിൻ്റെ ഒരു തോരനാണ് നമ്മളിന്ന് കണ്ടത്. നമ്മുടെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ഈ ഈസി ക്യുക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടിപൊളി ഒരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.